ന്യൂസ് ടെൻസിലേക്ക് വിശദമായി ആദ്യം നമുക്ക് എറണാകുളം കുട്ടമ്പുഴയിലേക്ക് പോകണം. കുട്ടമ്പുഴ വനത്തിൽ കാണാതായ സ്ത്രീകളെ തിരിച്ചെത്തിക്കാനായി 3 പേരുമുള്ളത് 6 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു. നേരത്തെ അറക്കമുത്തി എന്ന സ്ഥലത്താണ് ഇവരെ കണ്ടെത്തിയത്. DFO ഇക്കാര്യം നാട്ടുകാരെ വിളിച്ചറിയിക്കുകയായിരുന്നു. ഇതോടെ കുട്ടമ്പുഴ ഗ്രാമം ഒരു രാത്രിയിൽ മുഴുവൻ പിന്നിട്ട ആശങ്ക മാറി. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഫോൺ വിളിച്ചപ്പോ എന്താ പറഞ്ഞത്? ഫോൺ വിളിച്ച് ഞങ്ങള് കണ്ടു, ഞങ്ങൾ ഇറങ്ങി വരുവാന്ന് പറഞ്ഞു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പേടിയൊക്കെ മാറിയല്ലോ, ഇപ്പൊ ടെൻഷനൊക്കെ മാറിയില്ലേ? ഇനിയിപ്പോ ഉടനെ വീട്ടിലേക്ക് തിരിച്ചെത്തും. പാറക്കുട്ടി പുറകെ ഉണ്ടല്ലേ? എല്ലാവരും ഉദ്യോഗസ്ഥരുടെ കൂടെ ഉണ്ട്. ഇന്നലെ 5 മണിയോടുകൂടിയാണ്, ഏതാണ്ട് 1 മണിക്ക് ഇവർ കാട്ടിലേക്ക് കയറി. പിന്നീട് 4-4:30 വരെ ഇവരുമായി ഫോണിൽ സംസാരിക്കാനായി. പിന്നീട് 5 മണിയോടുകൂടിയാണ് ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാതായത്. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വലിയ പരിഭ്രാന്തിയിലായി. ഇവരുമായി ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. ഏറ്റവും കൂടുതൽ ഇവർ പറയുന്നത് ആനയെ കണ്ട് പാറക്കൂട്ടത്തിന് മുകളിൽ കയറിയിരുന്നു. തുടർന്നാണ് ഈ പറഞ്ഞതുപോലെ കുറെ നേരം കഴിഞ്ഞാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ആശ്വാസമായത്. ഈ വനപാലകരെ കണ്ടപ്പോൾ അത് വനം വേട്ടക്കാരാണ്, കൊള്ളക്കാരാണ് എന്ന് കരുതി മിണ്ടാതിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച ശേഷമാണ് ഇപ്പോൾ ഇവർ പുറത്തേക്ക് വരികയും ആശ്വാസകരമായ വാർത്ത ആ ഗ്രാമത്തിൽ ലഭ്യമാവുകയും ചെയ്യുന്നത്. ആജ്ഞ രവീന്ദ്രൻ അവിടെയുണ്ട്. ആജ്ഞ, പ്രദേശവാസികൾ, ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ, തെരച്ചിലൊക്കെ പങ്കെടുത്ത ഒരുപാട് ആളുകളുമായി സംസാരിക്കേണ്ടതുണ്ട്. ആജ്ഞ, നമ്മൾ രാവിലെ മുതൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. രാവിലെ 7 മണിക്ക് വാർത്ത തുടങ്ങിയപ്പോൾ പരിഭ്രാന്തിയുടെ നിമിഷങ്ങളായിരുന്നു. പക്ഷെ അപ്പോഴും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഈ സ്ത്രീകൾ വനവുമായി പരിചയമുള്ളവരാണ്, ആ പ്രദേശവാസികളാണ്. പക്ഷെ ഉൾവനത്തിലൊക്കെ അകപ്പെടുകയോ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ കാര്യങ്ങൾ കുറച്ചുകൂടെ കുഴപ്പത്തിലാകും എന്ന ഒരു പരിഭ്രാന്തിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ പുറത്തു വരുന്നവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ 10-12 മണിക്കൂറത്തെ അവരുടെ അനുഭവം എന്താണ്? രഞ്ജിത്ത്, കഴിഞ്ഞ 14 മണിക്കൂർ നീണ്ട ആശങ്കയ്ക്കാണ് വിരാമമായിരിക്കുന്നത്. ഇന്നലെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരം 4:15 കൂടിയാണ് ഇവരെ അവസാനമായി ഫോണിൽ ബന്ധപ്പെടാനായത്. അതിനുശേഷം ആനക്കൂട്ടത്തെ കണ്ട് ചിതറിയോടുന്ന ഒരു സാഹചര്യമുണ്ട്. അവരൊരു വനത്തിൽ തന്നെ ഒരു പാറപ്പുറത്ത് കയറി നിലയുറപ്പിക്കുകയും ചെയ്തു. പക്ഷേ തുടർന്ന് അങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ ഉൾവനമാണ്, വഴിതെറ്റിപ്പോയിട്ടുണ്ടാകും. അങ്ങനെ എന്തായാലും അവര് അങ്ങേയറ്റം സമ്മർദ്ദം അനുഭവിച്ചു എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന്, അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ കുട്ടമ്പുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് 3 പേരെയും കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് മായയുടെ വീട്ടിലാണ്. മായയുടെ ബ്രദറിലോ നമ്മളോടൊപ്പമുണ്ട്. രാജൻ ചേട്ടനാണ്. അദ്ദേഹം ഈ വനത്തിൽ തെരച്ചിലിനൊപ്പം ഊർജിതമായി ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ ചോദിക്കാം. ഏത് സമയത്താണ് കണ്ടെത്തിയത്? രാവിലെ ഒരു 7 മണിയോടുകൂടി. ഈ മാച്ചയുടെ മോൻ അവിടെ എത്തി ഫോണിൽ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, ഈ വനത്തിലെത്തി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോ എന്താണ് ആദ്യം? ഞാൻ ആ സംഘത്തിലില്ലായിരുന്നു, ആ കൂട്ടത്തിലില്ലായിരുന്നു. ഞങ്ങൾ വേറെ എത്തിയ കൂട്ടത്തിലില്ലായിരുന്നു. തെരച്ചിൽ, അതായത് ഇവരുടെ അടുത്ത് ആദ്യം എത്തിയ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കുഞ്ഞപ്പൻ ചേട്ടനും ഉണ്ട്. അദ്ദേഹം മായയുടെ ബ്രദറുള്ളവയാണ്. അദ്ദേഹത്തോടും കൂടി നമുക്ക് ചോദിക്കാം. ഏത് സമയത്താണ് കണ്ടെത്തിയത്? ഏകദേശം ഒരു 7-7:30 ആയി കാണും രാവിലെ. അവർ ആ സമയത്ത് ഭയങ്കര പരിഭ്രാന്തിയിലായിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ച് പരിഭ്രാന്തി, എന്നാലും ആ ആനയെ കണ്ട് പേടിച്ചൊരു പരിഭ്രാന്തി ആ മൊത്തത്തിൽ അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞായിരുന്നു. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ തെരച്ചിലാണല്ലോ. അതെ, അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. കാരണം അതിനകത്ത് വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാര്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, അതുപോലെ തന്നെ നാട്ടുകാർ, കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, കൂട്ടുകാർ, അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ അയൽവക്കത്തുള്ള ആൾക്കാർ, മനുഷ്യസ്നേഹികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര സമയം, അതായത് ഇവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ എത്തിക്കാനുള്ള അതായത് വെള്ളം എത്തിക്കണമെന്ന് ആദ്യം ഫോണിൽ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവര് ക്ഷീണിതരായിരുന്നു ചെന്ന സമയത്ത് തന്നെ? ക്ഷീണിതരായിരുന്നു. കാരണം ഇന്നലെ അവര് അവിടുന്ന് ഈ ആന ഓടിച്ചവര് പാറപ്പുറത്ത് കയറുന്ന ആ സമയം മുതൽ തന്നെ അവർ വളരെ ക്ഷീണിതരായിരുന്നു. രാവിലെ കാണുമ്പോഴത്തേനൊക്കെ വളരെ ക്ഷീണിതരായിരുന്നു. മായയുടെ മകനാണോ ആദ്യം സംസാരിച്ചത്? അതെ. ഞങ്ങൾ ഇരുന്നേരം ഞങ്ങള് ഇവിടെ അന്വേഷിച്ച് രാവിലെ ഞങ്ങള് രണ്ടാമത് നേരം വെളുത്ത് ഞങ്ങള് ഇവരെ അന്വേഷിച്ച് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കൂടുതൽ സാബുച്ചേട്ടനടക്കം ഞാനും കണ്ണനും സാബുച്ചേട്ടന്റെ കൂടെ ഞങ്ങൾ 5 പേരുള്ള ഒരു സംഘം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിശ്രമിക്കാനിരുന്നതിന്റെ തൊട്ട് മുകളിലായിരുന്നു അവർ പാറപ്പുറത്തായിരുന്നു ഇവരിരുന്നിരുന്നത്. അവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഫോൺ സന്ദേശം പെട്ടെന്ന് ടെലിഫോണിന്റെ ശബ്ദം കേട്ടു. അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനാണ് മായ ഇറങ്ങി വരുന്നത് കണ്ടത്. അന്നേരം പിന്നെ കണ്ണൻ ഓടി ചെന്നു, അതായത് മകൻ
ഓടിച്ചെന്ന് ഞങ്ങളെല്ലാവരും ഓടിച്ചെന്ന് അവരെ കണ്ടു. ആ സമയത്തൊക്കെ അവർ വളരെ പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ തലേന്ന് രാത്രി ഉണ്ടായിരുന്ന സംഭവങ്ങൾ, അന്വേഷിച്ച് പോകുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷിച്ച് പോകുന്നവരുടെ ലൈറ്റ് വെട്ടങ്ങളും കൂവകളും വിളികളും ഒക്കെ ഇവർ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരെ ആന ചുറ്റി വെച്ചിരിക്കുന്ന കാരണം ഇവർക്ക് മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇവിടെ എപ്പോഴും ഈ പ്രദേശം തന്നെ കാട്ടാന ശല്യം ഉണ്ടാകുന്ന രൂക്ഷമായിട്ടുള്ള സ്ഥലം. അതായത് നടപടി മുൻപ് ഇവിടെ അത്തരം മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മളിവിടെ വന്നിട്ടുള്ളതാണ്. റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആന ചവിട്ടിക്കൊന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും കിടങ്ങോ അതല്ലെങ്കിൽ വേലിയോ അങ്ങനത്തെ സംവിധാനങ്ങൾ അത് ഇവിടുത്തെ സമീപവാസികളോട് ചോദിച്ചെങ്കിൽ മാത്രമേ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഞാൻ മച്ചിപ്ലാവിലാണ് താമസിക്കുന്നത്, അടിമാലി. ഈ വിവരം അറിഞ്ഞുകൊണ്ടെത്തിയതാണ്. ഞാൻ അതെ. ഇന്നലെ രാത്രി ഞങ്ങൾ എത്തിയതാണ്. എന്റെ അനിയത്തിയാണ്, ഭാര്യയുടെ അനിയത്തിയാണ്. അപ്പൊ എന്തേലും തെരച്ചില് ഊർജിതമായിരുന്നു വനം വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെ ഒക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ? നല്ല സപ്പോർട്ടായിരുന്നു അവരെല്ലാവരും. നാട്ടുകാരും എല്ലാവരും ഇൻക്ലൂഡ് ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. അതാണ് രഞ്ജിത്ത് സാഹചര്യം. നമുക്ക് രാജൻചേട്ടനോട് തന്നെ കൂടുതൽ ചോദിക്കാം. ഈ അറക്കമുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണല്ലോ കണ്ടത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞപ്പൻചേട്ടൻ പറഞ്ഞ പോലെ അവരുടെ ഒരു അവസ്ഥ എന്തായിരുന്നു? അപ്പൊ അവര് വളരെ ക്ഷീണിതരായിരുന്നു. ഇവിടെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എത്തിയപ്പോഴും ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. പരിഭ്രാന്തി, ഒരു കഷ്ണം എല്ലാം കൊണ്ട് ഇത്രയും രാത്രി ഒറ്റപ്പെട്ടു പോയല്ലോ, ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ വീട്ടുകാർക്കും അതേ ഒരു ടെൻഷൻ, ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്റെ വീട് കോട്ടപ്പടിയാണ്. കോട്ടപ്പടിയിൽ ഞാൻ രാത്രി എത്തിയതാണ്. ഞാനും പോയിട്ടുണ്ടായിരുന്നു അന്വേഷണത്തിന്. രാത്രി ഞങ്ങള് അവിടെ രാത്രി കുടുങ്ങിപ്പോയി. ആ കാരണം കൊണ്ടൊരു പാറയിൽ തങ്ങി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും NDRFന്റെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഫോറസ്റ്റുകാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും എല്ലാവരും കൂടി ഞങ്ങൾ 15 സംഘം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആന കാരണം കൊണ്ട് കടന്നു വരാൻ പറ്റിയില്ല. അവിടെ പാറയിൽ കുടുങ്ങിപ്പോയി. രഞ്ജിത്ത് സാഹചര്യം കാരണം ഇനിയിപ്പോ താലൂക്ക് ആശുപത്രിയിലേക്ക് 3 പേരെയും, അതായത് മായ, ഡാർലി, പാറുകുട്ടിയമായി 3 പേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും അവര് ക്ഷീണിതരായിരുന്നു. കാരണം 14 മണിക്കൂർ ഒരു രക്ഷപ്പെടാൻ മാർഗം എന്തെന്നറിയാതെ ഒരു വനാന്തരത്തിൽ അകപ്പെട്ടു പോയ ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുമ്പോൾ സമീപവാസികളാണ്, വനത്തിനടുത്ത് താമസിക്കുന്ന ആളുകളാണ്, അവർക്ക് കാടിനെ അറിയാം, കാടിന്റെ സ്വഭാവം അറിയാം എന്നൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു ഇടം കൂടിയാണ് കുട്ടമ്പുഴ. നമ്മൾ നേരത്തെയും ഇവിടെ കോതമംഗലത്ത് ഈ പ്രദേശത്തൊക്കെ തന്നെയാണ് ആന ഒരു 6 മാസം മുൻപ് തന്നെ ആന പറമ്പിലേക്ക് ഇറങ്ങി വന്ന് ചവിട്ടിക്കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്നും ഈ പറഞ്ഞതുപോലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ആജ്ഞ ഒന്ന് തുടരുക. ആജ്ഞയിലേക്ക് തിരികെ വരാമെന്ന് കരുതുന്നു. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിനു മുൻപ്